ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ ഇന്ന് S3 കമ്പ്യൂട്ടർ സയൻസിന്റെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് നോക്കാൻ പോവുകയാണ്. ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പൊ S3 കമ്പ്യൂട്ടർ സയൻസിലെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വരുന്നത് 40 മാർക്കാണ് അതിന്റെ ഇന്റേണൽ എക്സാം, അതായത് എക്സ്റ്റേണൽ ലാസ്റ്റ് ഫൈനൽ എക്സാമിന് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സബ്ജക്ട് കോഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PBCST 304 ആണ്. 4 ക്രെഡിറ്റ് ആണ്. അപ്പൊ മാർക്ക് കുറവാണെങ്കിലും ക്രെഡിറ്റ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ സിമ്പിൾസ് ഓർ കീവേഡ്സ് യൂസ്ഡ് ഫോർ ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ എ വേരിയബിൾസ് ആൻഡ് വാല്യൂസ്. നമ്മൾ ഒരു സ്പെഷ്യൽ സിമ്പിൾ വെച്ചിട്ട് നമ്മൾ വാല്യൂസിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അഡീഷൻ പഠിച്ചിട്ടുണ്ട്, സബ്ട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ സിമ്പിൾ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇപ്പൊ ആഡ് ചെയ്യുവാണെങ്കിൽ 2+5 രണ്ട് വാല്യൂസിലാണ് നമ്മൾ 2+5 ആ അഡീഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രോഗ്രാം ബേസ് പറയുമ്പോൾ അത് വേരിയബിൾസിലോ അല്ലെങ്കിൽ വാല്യൂസിലോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സിമ്പിൾസിനെ അല്ലെങ്കിൽ കീവേഡ്സിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാമിംഗ് ലോജിക്കിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഓപ്പറേറ്റേഴ്സ് ആണ്. ഈ ഓപ്പറേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാമിൽ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സ് യൂസ് നോക്കുവാണെങ്കിൽ ഒന്ന് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന മാത്സിൽ പഠിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനെ വരുന്ന സബ്ട്രാക്ഷൻ, അതെല്ലാം എന്താണ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ റിലേഷണൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതെന്താന്ന് നോക്കാണ്ട്. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, നമ്മൾ ആൻഡ് ഓർ നോട്ട്, അതൊക്കെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരും. പിന്നെ യൂണറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ടെർണറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ്, 7 ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് വരുന്നത് നമ്മുടെ ജാവയ്ക്കകത്ത് പഠിക്കാനുള്ള. ഓക്കെ, അപ്പൊ ഓരോന്നും എന്താന്ന് നോക്കണം. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ബേസിക് മാത്സിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്നുണ്ട്. അപ്പൊ യൂസ്ഡ് ഫോർ ബേസിക് ഓപ്പറേഷൻ, നമ്മൾ മാത്തമാറ്റിക്സിൽ ചെയ്യുന്ന, നമ്മൾ കണക്കിൽ നോക്കുന്ന ഹരിക്കാനും ഗുണിക്കാനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ പഠിച്ചിട്ടില്ലേ, ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിലും വരുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ അഡീഷൻ ആണ്. അഡീഷന്റെ സിമ്പിൾ എന്താണ്, പ്ലസ് എന്ന് പറഞ്ഞ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ കൊടുക്കുവാണെങ്കിൽ ഇവിടെ എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്. അപ്പൊ A+B കൊടുത്തു കഴിഞ്ഞാൽ 13 എന്നും പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പൊ ആഡ് ചെയ്യുക, 10ഉം 3 കൂടെ ആഡ് ചെയ്യുകയോ ചെയ്യുന്നു. ഇനി അടുത്തത് സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ സബ്ട്രാക്ഷന്റെ സിമ്പിൾ ഇതാണ്. അപ്പൊ A-B എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 - 3 എന്ത് കിട്ടും, 7 എന്നും പറഞ്ഞു കിട്ടും. ഇത് 10 + 3 13 എന്നും പറഞ്ഞു കിട്ടും. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ നമ്മൾ മാത്സിൽ ഇൻറ്റു ആണെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് സ്റ്റാർ ആണ്, സ്റ്റാർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഷിഫ്റ്റ് പ്ലസ് ഇൻറ്റു സിമ്പിൾ, സ്റ്റാറിന്റെ സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ A × B, അപ്പൊ അവിടെ 10 × 3 എന്ത് കിട്ടും, 30 എന്നുള്ളത് നമുക്ക് കിട്ടും. ഡിവിഷൻ ആണ്. ഡിവിഷന്റെ സിമ്പിൾ സ്ലാഷ് ആണ്, ഈ സ്ലാഷ് ആണ്, 2 സ്ലാഷ് ഉണ്ട്, ഇതിൽ ഇങ്ങോട്ടുള്ള സ്ലാഷ് ആണ് ഡിവിഷന്റെ സിമ്പിൾ. അപ്പൊ 10/3 എന്ന് പറയുമ്പോൾ നമുക്ക് 3 കിട്ടും. ആ പോയിന്റ് ഡെസിമൽ ഉള്ള ഇത് നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, ഇനി മോഡുലസ് ആണ്. മോഡുലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ ആണ്. 10 mod 3 ആണ്. 10 mod 3 മോഡുലസിന്റെ ഓപ്പറേഷൻ നമ്മൾ പെർസെന്റേജ് കൊടുക്കില്ലേ, ആ സിമ്പിൾ ആണ്. അപ്പൊ 10 mod 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, 10/3 ചെയ്യും. 10/3 ചെയ്യുമ്പോൾ 3 9 വരും. ഈ റിമൈൻഡർ, കിട്ടുന്ന ബാലൻസ് അല്ലെങ്കിൽ ബാക്കി എന്താണോ അതിനെയാണ് നമ്മൾ മോഡുലസിന്റെ വാല്യൂ ആയിട്ട് പറയുന്നത്. അപ്പൊ 10 mod 3 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, 1 കിട്ടും. ഇതായിരിക്കും നമ്മുടെ മോഡുലസിന്റെ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയും ഓപ്പറേഷൻസ് ആണ് വരുന്നത് നമ്മുടെ ഇതിനകത്ത്, നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനകത്ത് വരുന്നത്. ഒന്ന് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. ഓക്കെ, ഇത്രയുമാണ് വരുന്നത്. നെക്സ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസിനാണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ അസൈൻ വാല്യൂസ് ടു വേരിയബിൾ, നമ്മൾ വേരിയബിൾസിലേക്ക് വാല്യൂസിന് അസൈൻ ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ അവിടെ ഈക്വൽ ടു വരുന്നുണ്ട്. അപ്പൊ X = 5, അതിന്റെ മീനിങ് എന്താ, X നമ്മൾ 5ലേക്ക്
അസൈൻ ചെയ്ത് കൊടുത്തു. എക്സിന്റെ വാല്യൂ അപ്പൊ എന്താണ് 5 ആണ്. ഇനി എക്സ് പ്ലസ് ഓർ ഈക്വൽ ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് ഓർ ഈക്വൽ ടു 3 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സിന് നമ്മൾ ഇതിന്റെ മീനിങ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിന്റെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂനോട് പ്ലസ് 3 ആഡ് ചെയ്തിട്ട് അതിനെ വീണ്ടും എക്സിലോട്ട് എന്ത് ചെയ്യുക, അസൈൻ ചെയ്യുക. അത് തന്നെയാണ് മൈനസ് ഓർ ഈക്വൽ ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ഓർ ഈക്വൽ ടു 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2. അതായത് എക്സിന്ന് -2 കൊടുത്തിട്ട് എക്സിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ ആ എക്സിന്റെ വാല്യൂനോട് -2 ചെയ്തിട്ട് അതിനെ നമ്മൾ എക്സിലേക്ക് വീണ്ടും റീഅസൈൻ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് എക്സ് സ്റ്റാർ ഓർ ഈക്വൽ ടു 4. അത് എന്താ, എക്സ് ഈക്വൽ ടു എക്സ് സ്റ്റാർ 4 ആണ്. എക്സിന്റെ കൂടെ 4 എന്ന് പറഞ്ഞ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സിലേക്ക് വീണ്ടും റീഅസൈൻ ചെയ്യുന്നു. എക്സ് ഡിവിഷൻ ഓർ ഈക്വൽ ടു 2 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഡിവൈഡഡ് ബൈ 2. എക്സിന്റെ കൂടെ എക്സിന്റെ വാല്യൂ എന്താണോ ആ ഡിവിഷൻ 2 ചെയ്തിട്ട് അതിനെ എക്സിലേക്ക് റീഅസൈൻ ചെയ്യുന്നു. അത് തന്നെയാണ് മോഡുലസിലും വരുന്നത്. എക്സ് ഈക്വൽ ടു എക്സ് മോഡ് 3. ഇപ്പൊ 3 കൊടുത്തേക്കുന്ന എന്താണോ നമ്മൾ അതിനെ അസൈൻ ചെയ്തിട്ട് മോഡുലസ് ചെയ്തിട്ട് അസൈൻ ചെയ്യുന്നു. അതാണ് ഇതിനാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ റിലേഷണൽ അല്ലെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പൊ റിലേഷൻ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ടു കമ്പയർ 2 വാല്യൂസ്, നമ്മൾ 2 വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. 2 വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പൊ ഈക്വൽ ടു ഉണ്ട്, ഈക്വൽ ടു എ ഈക്വൽ ടു ബി. അപ്പൊ എ എന്താണ് 10 ആണ്, ബി ഈക്വൽ ടു 3 ആണ്. ഇപ്പൊ 10 ഈക്വൽ ടു 3 ആണോ, 10ഉം 3ഉം ഈക്വൽ ആണോ? അല്ല. അപ്പൊ നമുക്ക് എന്ന് റിട്ടേൺ ചെയ്യും, ഫാൾസ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ 2 വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. നോട്ട് ഈക്വൽ ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയുടെ വാല്യൂ എന്താണ്, നമ്മുടെ കൂടെ 10 ആണ്. 10 നോട്ട് ഈക്വൽ ടു 3 ആണ്. കറക്റ്റ് ആണല്ലോ. 10 നോട്ട് ഈക്വൽ ടു 3 അല്ലേ? 10 3ഉം ഈക്വൽ ആണോ? അല്ല, രണ്ടും നോട്ട് ഈക്വൽ ആണ്. അപ്പൊ അത് ട്രൂ എന്ന് പറഞ്ഞ് നമുക്ക് റിട്ടേൺ ചെയ്യും. ഇനി ഫസ്റ്റ് ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാനും കമ്പാരിസൺ അല്ലെങ്കിൽ റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പൊ 10 ഗ്രേറ്റർ ദാൻ 3 ആണോ, 10 ഗ്രേറ്റർ ദാൻ 3 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ 10 3നേക്കാളും വലുതാണല്ലോ, കറക്റ്റ് ആണ്. അപ്പൊ ട്രൂ ആണ്. നെക്സ്റ്റ് വൺ എന്താ, ലെസ് ദാൻ ആണ്. ലെസ് ദാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ലെസ് ദാൻ 3 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ 10 ലെസ് ദാൻ 3 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണോ, 10 3നേക്കാളും ചെറുതാണോ? അല്ല, അത് ഫാൾസ് ആണ്. റിട്ടേൺ ചെയ്യുക. ഇനി അടുത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഒന്നല്ലേ ഗ്രേറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. 2 ഓർ എന്ന് പറയുമ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരെണ്ണം ശരിയായാൽ മതി. ഒന്നല്ലേ ഗ്രേറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. 10 ഗ്രേറ്റർ ദാൻ ആ, ഓക്കെ, അപ്പൊ കണ്ടീഷൻ ട്രൂ ആണ്. അല്ലെങ്കിൽ ഈക്വൽ അയച്ചാൽ മതി. ഒന്നല്ലേ ഗ്രേറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണ്. 10 3നേക്കാളും ഗ്രേറ്റർ ആണ്. അടുത്ത ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഒന്നല്ലേ ലെസ് ദാൻ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണം ശരിയായാൽ മതി. അപ്പൊ 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. 10 എന്തൊക്കെയാണെങ്കിലും 3നേക്കാളും ലെസർ അല്ല, ഈക്വലും അല്ല. അതുകൊണ്ട് എന്താണ്, ഫാൾസ് എന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ റിലേഷണൽ അല്ലെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ഒന്ന് ഈക്വൽ ഈക്വൽ ടു എന്താ നോക്കുക. ഈക്വൽ ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 അപ്പുറ സൈഡിലും ഇപ്പുറ സൈഡിലുള്ള വാല്യൂ ഈക്വൽ ആണോ നോക്കും. നോട്ട് ഈക്വൽ ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട് ഈക്വൽ ആണോ നോക്കും. ഗ്രേറ്റർ ദാൻ ആണോന്ന് ചെക്ക് ചെയ്യാം, ലെസ് ദാൻ ആണോന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ഒന്നല്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ. ഇത്രയുമാണ് നമ്മുടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ നോക്കി, ഒന്ന് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നോക്കി, പിന്നെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് നോക്കി, തേർഡ് വൺ റിലേഷണൽ അല്ലെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് നോക്കി. ഇനി നെക്സ്റ്റ് വൺ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് വിത്ത് ബൂളിയൻ എക്സ്പ്രഷൻ ആണ്. നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ നമ്മൾ നമ്മുടെ ഗേറ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ. നമ്മൾ DCF ഡിജിറ്റൽ കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിക്കുക, അതിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ K-MAP ഒക്കെ പഠിക്കുമ്പോഴാണ് ബൂളിയൻ എക്സ്പ്രഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പൊ നമ്മൾ ലോജിക്കൽ ആൻഡ് ഉണ്ട്. ലോജിക്കൽ ആൻഡിന്റെ സിമ്പിൾ ഇതാണ്. 2 ആൻഡിന്റെ സിമ്പിൾ കൊടുക്കുന്നു. അപ്പൊ X ആൻഡ് Y.
അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ എക്സിന് ഒരു വാല്യൂ ഉണ്ടാവും, വൈക്ക് ഒരു വാല്യൂ ഉണ്ടാവും. അത് വെച്ചിട്ട് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഒന്നിന് ഫാൾസ് കിട്ടും അല്ലെങ്കിൽ ട്രൂ കിട്ടും. അത് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന് ഓർ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ഡബിൾ ലൈൻ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഷിഫ്റ്റ് പ്ലസ് ഈ എക്സ്ക്ലാമേറ്ററി മാർക്ക് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഓറിന്റെ സിമ്പിൾ കിട്ടും. അപ്പൊ ലോജിക്കൽ ഓർ ആണ്. എക്സ് ഓർ വൈ കൊടുക്കുക, അത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നോട്ട് ഈക്വൽ ടു ലോജിക്കൽ നോട്ടാണ്. ലോജിക്കൽ നോട്ട് സിമ്പിൾ ഇതാണ്, നോട്ട് കൊടുക്കുക, ഇതാണ് അതിന്റെ സിമ്പിൾ. അപ്പൊ ഇത്രയുമാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്ന ഈ ആൻഡും ഓറും. നമുക്ക് ഒന്നുകൂടെ നോക്കാം, നോട്ട് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡിന്റെ സിമ്പിൾ ഇതായിരുന്നു. പലരും ആൻഡിന്റെ സിമ്പിൾ പല രീതിയിലായിരുന്നു, ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ആൻഡിന്റെ സിമ്പിൾ ഇതാണ്. ആൻഡിന്റെ സിമ്പിൾ സാധാരണ നമ്മുടെ ഇതിലുള്ള സിമ്പിൾ തന്നെയാണ്. അപ്പൊ ആൻഡിന്റെ അകത്ത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയെന്ന് വെച്ചോ, ഇൻപുട്ട് രണ്ടും 0 വരാം. രണ്ട് ഇൻപുട്ട്സ് ഉള്ളത്. അപ്പൊ രണ്ട് ഇൻപുട്ട്സ് ഔട്ട്പുട്ട് 0 0 0 1 1 0 1 1. അപ്പൊ ആൻഡിൽ രണ്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0യും 1ഉം ആണെങ്കിലും 0 ആയിരിക്കും. 1ഉം 0യും ആണെങ്കിലും 0 ആയിരിക്കും. 1ഉം 1ഉം വന്നാൽ മാത്രമേ ആൻഡിന്റെ കേസിൽ 1 വരുള്ളൂ. അതായത് നമ്മൾ ആൻഡ് എടുത്താൽ നമുക്ക് നോക്കാം, ഈ ഇൻപുട്ട്സ് നോക്കിയേ, എവിടെയൊക്കെ 0 ഉണ്ടോ അവിടെയൊക്കെ എന്താണ് ഔട്ട്പുട്ട് 0 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ആൻഡിന്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണ് എങ്കിൽ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് എന്ത് വരുള്ളൂ? 1 വരുള്ളൂ. അപ്പൊ നമ്മൾ ആൻഡ് എടുക്കുവാണെങ്കിൽ ഏതെങ്കിലും ഇൻപുട്ട് 0 വന്നാൽ ഔട്ട്പുട്ട് എന്താണ്? കമ്പൽസറി 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ആൻഡ്. ഇനി ഓർ എടുക്കുവാണെങ്കിൽ ഓറിന്റെ സിമ്പിൾ ഇതാണ്, 0 0 രണ്ട് സെയിം രണ്ട് ഇൻപുട്ട്സ് ആണ് ഉള്ളത്, ഒരു ഔട്ട്പുട്ടാണ് വരുന്നത്. 0 0 0 1 1 0 1 1 0 1 1 1. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതാണ് ഔട്ട്പുട്ട്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ നമ്മുടെ ഓറിന്റെ കേസിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അതാണ് ഓറിന്റെ കേസിൽ വരുന്നത്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് എന്തായാൽ മതി? 1 ആയാൽ മതി. ഇനി നോട്ട് ഉണ്ട്. നോട്ടിന്റെ സിമ്പിൾ എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു നോട്ടിന്റെ സിമ്പിൾ. ഓക്കെ, അപ്പൊ നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻപുട്ടേ ഉള്ളൂ, ഒരു ഔട്ട്പുട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതാണ് നോട്ടിന്റെ കേസ്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. ആൻഡിന്റെ കേസിൽ ഏതെങ്കിലും ഇൻപുട്ട് 0 ആയാൽ ഔട്ട്പുട്ട് എന്തായി? ഓട്ടോമാറ്റിക്കലി 0 ആയി. പിന്നെ വേറെ ഒന്നും നോക്കണ്ട. ഒരു ഇൻപുട്ട് 0 ആണോ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഇനി ഓറിന്റെ കേസിൽ ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. നോട്ട് ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1, ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1, ഇൻപുട്ട് 1 ആണെങ്കിൽ 0, നേരെ തിരിച്ച്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആൻഡ് ഓർ നോട്ടിന്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. യൂണറി ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഓപ്പറേറ്റ് ഓൺ എ സിംഗിൾ ഓപ്പറന്റ്, ഒറ്റ ഓപ്പറന്റിൽ ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനാണ് യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ പ്ലസ് ഉണ്ട്. യൂണറി പ്ലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a=5 ആണെങ്കിൽ +5. അപ്പൊ എന്ത് വരും? ആൻസർ 5 എന്ന് വരും. അടുത്തത് മൈനസ് ഉണ്ട്. യൂണറി മൈനസ് ഉണ്ട്, -a -5. ഇനി ഇൻക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഒരൊറ്റ ഓപ്പറേറ്ററിൽ വർക്ക് ചെയ്യുള്ളൂ. ഇൻക്രിമെന്റ് പ്ലസ് പ്ലസ് നമ്മൾ ലൂപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഇൻക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്, ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ഒക്കെ. ലൂപ്പിംഗിനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇൻക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ++a കൊടുക്കുവാണെങ്കിൽ അതിന്റെ മീനിങ് a+1 ആണ്. അപ്പൊ എന്ത് ചെയ്യും? 5 + 1 6 എന്ന് നമുക്ക് കിട്ടും. എയുടെ വാല്യൂ 5 ആണ്. അപ്പൊ 5 + 1 6 എന്ന് പറഞ്ഞു. ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a-1 ആണ്, അതായത് 4 എന്നും പറഞ്ഞു കിട്ടും. അടുത്ത് ലോജിക്കൽ നോട്ട് ആണ്. നോട്ട് ഓപ്പറേറ്റർ ആണ്. ഇപ്പൊ ട്രൂ ആണെങ്കിൽ ഫാൾസ് കിട്ടും, ഫാൾസ് ആണെങ്കിൽ ട്രൂ കിട്ടും. ഇത്രയുമാണ് നമ്മുടെ യൂണറി ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. 6th വൺ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓപ്പറേറ്റ്സ് ഓൺ ബിറ്റ്സിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറഞ്ഞ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ബിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 0 1 അതിനാണ് നമ്മൾ ബിറ്റ് എന്ന് പറഞ്ഞത്. നമ്മുടെ 0s and 1s ആയിട്ട് നമ്മൾ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബിറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ 0 1 എന്നാണ് അതിന് പറഞ്ഞത്, അതാണ് ബിറ്റ് എന്ന്. അപ്പൊ ബിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ അത് ആൻഡ് ഉണ്ട്, ബിറ്റ് വൈസ് ആൻഡ് ഉണ്ട്, ബിറ്റ് വൈസ് ഓർ ഉണ്ട്,
ലോജിക്കൽ ആൻഡ് വേറെ ബിറ്റ് വൈസ്. അപ്പൊ അതിനകത്തുള്ള ഒരു സിമ്പിൾ മാത്രം, ഒരു ആൻഡ് സിമ്പിൾ ഉണ്ടെങ്കിൽ അതിനെ ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയും. അപ്പൊ എ ആൻഡ് ബി ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്നുള്ള ഡൗട്ട് വരും, ഇത് ബിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എയുടെ വാല്യൂ എന്താണ്? 5 ആണ്. ബിയുടെ വാല്യൂ എന്താണ്? 3 ആണ്. നമുക്ക് നോക്കാം. എ ഈക്വൽ ടു 5. ഈ 5 നമുക്ക് ബിറ്റ് വൈസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, എളുപ്പ വഴി വേണം പറയാം. നമുക്ക് 8421 എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. ആ റൂൾ വെച്ചിട്ട് നമുക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ 8421 എന്ന് പറഞ്ഞ റൂളാണ്. ഈ 5 എന്ന് പറയുന്നത് എന്തൊക്കെ കൂട്ടിയാൽ കിട്ടും? 4ഉം 1ഉം കൂട്ടിയാലല്ല നമുക്ക് 5 കിട്ടുക. 4 + 1 ആണല്ലോ 5. അപ്പൊ ഏതൊക്കെ കൂട്ടിയാണോ 5 കിട്ടുന്നത് അവിടെ 1 കൊടുക്കുക, ബാക്കി രണ്ടും 0 കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് 0 ആയി. അപ്പൊ 4ന്റെ താഴെ 1 വന്നു, 2ന്റെ താഴെ 1ന്റെ താഴെ 1 വന്നു. അപ്പൊ നമുക്ക് ഇതെന്തായി? ഇത് 5നെ നമ്മൾ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്തു. 5ന്റെ ബൈനറി ഇതാണ്. ഇനി നമുക്ക് 3നെ റെപ്രസെന്റ് ചെയ്യണം. 3യുടെ ബൈനറി എങ്ങനെ വരും? അപ്പൊ സെയിം ഈ 8421 വരുമ്പോൾ 2 1 കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അപ്പൊ ഇത് രണ്ടും 1 വരും, ബാക്കി രണ്ടും എന്താവും? 0 ആവും. ഓക്കെ, ഇതാണ് നമ്മുടെ ബിനെയും ബിയുടെ വാല്യൂ 3 ആയിരുന്നു, അതിനെ നമ്മൾ ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്തത്, അതായത് ബിറ്റ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. അതുപോലെ തന്നെ 5നെ ബിറ്റ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം, എ ആൻഡ് ബി. അപ്പൊ ആൻഡ് ഓപ്പറേഷന്റെ കേസിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഏതെങ്കിലും, ഇപ്പൊ ഇതാണ് നമ്മുടെ ഇൻപുട്സ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ ആൻഡ് ചെയ്യുന്നത്. ആൻഡ് ആണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് കേട്ടോ. ആൻഡ് പെർഫോം ചെയ്യുക. ആൻഡ് പെർഫോം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആയാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് 2 ഇൻപുട്ട് എന്താ? 0 അല്ല. 1 2ലും 1 ആണ്, അപ്പൊ ഔട്ട്പുട്ട് 1. ഇതിൽ 0 വന്നോ? അപ്പൊ 0. ഇതിൽ 0 വന്നോ? 0. ഇതിൽ 0 വന്നോ? 0. അപ്പൊ ഇതെന്താണ്? ഇത് നമ്മുടെ 1ന്റെ ബൈനറി റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇവിടെ മാത്രമേ 1 ഉള്ളൂ. അപ്പൊ 1ന്റെ ബൈനറി റെപ്രസെന്റേഷൻ ആണ്. അതാണ് അവിടെ എന്ത് കിട്ടിയേക്കുന്നത്? 1 എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത്. 5ഉം 3യും കൂടെ ആൻഡ് ചെയ്തപ്പോൾ നമുക്ക് 1 കിട്ടാനുള്ള റീസൺ അതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെയിം നമ്മള് എന്താ ചെയ്യുന്നത്? ബിറ്റ് വൈസ് ഓർ ചെയ്യുവാണ്. അപ്പൊ ഫസ്റ്റ് ആൻഡ് ചെയ്തു, നമുക്ക് ഇനി ബിറ്റ് വൈസ് ഓർ ആണ് ചെയ്യാനുള്ളത്. അപ്പൊ ഓർ ഓപ്പറേഷൻ ആണ് നെക്സ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓറിന്റെ കേസിൽ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പൊ ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇപ്പൊ 0. ഇവിടെ 1 ഉണ്ട്, അപ്പൊ ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. അപ്പൊ ഇതെന്ത് കിട്ടി? ഇതിന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എന്ത് വരും? 4 + 2. ഇവിടെയൊക്കെ 1 ഇല്ലേ? 8421 യൂസ് ചെയ്യുവാണെങ്കിൽ 4 2 ഇവിടെയൊക്കെ 1. അപ്പൊ 4ഉം 2ഉം 6 1 7. ഇവിടെ ഇങ്ങനെ കിട്ടി നമുക്ക് 7 കിട്ടിയത് അങ്ങനെയാണ്. ഓക്കെ, ഇനി ബിറ്റ് വൈസ് എക്സോർ ഉണ്ട്. ബിറ്റ് വൈസ് എക്സോർ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എക്സോർ ചെയ്യുമ്പോൾ എക്സോറിന്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇൻപുട്ടും ഡിഫറെന്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1ഉം സെയിം ആണെങ്കിൽ 0യും ആയിരിക്കും. അപ്പൊ എക്സോറിന്റെ കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എക്സോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ 0യും 0യും ആണെങ്കിൽ 0, 1ഉം 0യും 1ഉം ആണെങ്കിൽ 1, 1ഉം 0യും ആണെങ്കിൽ 1, 0യും 1ഉം 1ഉം ആണെങ്കിൽ 0. അതായത് ഇൻപുട്സ് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0, ഇൻപുട്ട് ഡിഫറെന്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1. നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? കൺക്ലൂഡ് ചെയ്ത് ഇൻപുട്ട് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് 0, ഇൻപുട്ട് ഡിഫറെന്റ് ആണെങ്കിൽ ഔട്ട്പുട്ട് 1. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ബിറ്റ് വൈസ് എക്സോർ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ എക്സോർ ചെയ്യുമ്പോൾ സെയിം വാല്യൂ തന്നെയാണ്. എക്സോർ ഓപ്പറേഷൻ ചെയ്യുവാണ്. എക്സോർ ചെയ്യുമ്പോൾ ഇതാണ് എക്സോർ. എക്സോർ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സോർ ചെയ്യുന്നത്. അപ്പൊ 1ഉം 1ഉം ഇൻപുട്ട് സെയിം ആണല്ലോ, ഔട്ട്പുട്ട് എന്ത് വരും? 0. 0യും 1 ഇൻപുട്ട് ഡിഫറെന്റ് ആണ്, അപ്പൊ ഔട്ട്പുട്ട് 1. 1ഉം 0യും ഇൻപുട്ട് ഡിഫറെന്റ് ആണ്, രണ്ട് ഇൻപുട്ടാ, അപ്പൊ 1 വരും. 0യും 0 ഇൻപുട്ട് സെയിം ആണ്, അപ്പൊ 0 വരും. അപ്പൊ ഇതെന്താണ്? 8421 വെച്ചിട്ട് 4 + 2, 4ന്റെയും 2ന്റെയും താഴെയാണുള്ളത്, അപ്പൊ 6. അങ്ങനെയാണ് നമുക്കിവിടെ 6 വന്നേക്കുന്നത്. ഓക്കെ, ഇനി ബിറ്റ് വൈസ് കോംപ്ലിമെന്റ് ഉണ്ട്. ബിറ്റ് വൈസ് കോംപ്ലിമെന്റ് എങ്ങനെ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ എന്താണോ നമ്പറിന്റെ കൂടെ +1 ചെയ്യുക, എന്നിട്ട് ഒരു മൈനസ് സൈൻ കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് ബിറ്റ് വൈസ്
കോംപ്ലിമെന്റ് കാണാൻ പറ്റുന്നത്. ഇതാണ് അതിന്റെ സിമ്പിള്. ബിറ്റ് വൈസ് കോംപ്ലിമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ പ്ലസ് 1 ഒരു നെഗറ്റീവ് സൈൻ. നമ്പർ എത്രയായിരുന്നു? നമ്മുടെ 5 ആയിരുന്നു. അപ്പൊ 5 + 1 6, നെഗറ്റീവ് സൈൻ കൊടുക്കുമ്പോൾ -6 കിട്ടും. ഓക്കെ, ഇനി ലെഫ്റ്റ് ഷിഫ്റ്റ് ഉണ്ട്. ലെഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂവിനെ ലെഫ്റ്റിലോട്ട് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ എനെ നമ്മൾ ലെഫ്റ്റിലോട്ട് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ എയുടെ വാല്യൂ എന്തായിരുന്നു? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ആയിരുന്നു. എയുടെ വാല്യൂ എന്തായിരുന്നു? 5 ആയിരുന്നു. 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 0 1 0 1. ഇതാണ് 8 4 2 1 ചെയ്തുമ്പോൾ നമുക്ക് കിട്ടുന്ന 5യുടെ വാല്യൂ. ഇതിനെ നമ്മൾ ലെഫ്റ്റിലോട്ട് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടാണ്. അപ്പൊ ഈ 1 ഇവിടെ വരും, 0 ഇവിടെ വരും, ഈ 1 ഇവിടെ വരും, ഈ 1ന്റെ സ്ഥാനത്ത് എന്താവും? 0 ആവും. അപ്പൊ 1 0, 1 ഇവിടെ വന്നപ്പോ 1 ആയി. ഈ 0 ഇങ്ങോട്ട് വന്നു, ഈ 1 ഇങ്ങോട്ട് വന്നു. 1 0 1 0 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ലെഫ്റ്റ് ഷിഫ്റ്റിംഗ്. അതായത് ഇത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണ്. ലെഫ്റ്റിലോട്ട് ഈ എനെ നമ്മൾ ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തതാണ് എന്ത്? ഈ കിടക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഷിഫ്റ്റ് ലെസ്നാന്റെ 2 സിമ്പിൾ ആണ് ലെഫ്റ്റ് ഷിഫ്റ്റിന് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ്. അപ്പൊ ഇതെന്താണ്? 8 4 2 1 യൂസ് ചെയ്യുമ്പോൾ 1 ഉള്ളതിനകത്തെല്ലാം ആഡ് ചെയ്താൽ 8ഉം 2 ആഡ് ചെയ്താൽ നമുക്ക് 10 കിട്ടും. അങ്ങനെയാണ് നമുക്കിവിടെ 10 എന്നുള്ള വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ റൈറ്റ് ഷിഫ്റ്റ് ആണ്. റൈറ്റിലോട്ട് നമ്മൾ എനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ റൈറ്റ് ഷിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റിലോട്ട് നമ്മൾ എനെ ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് റൈറ്റ് ഷിഫ്റ്റിന്റെ സിമ്പിൾ. ഇങ്ങനെയാണ് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് ഷിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റിലോട്ട് നമ്മൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും? അപ്പൊ എയുടെ വാല്യൂ എന്താ? 0 1 0 1. ഇതാണ് എയുടെ വാല്യൂ. റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 0 വരും, ഇവിടെയും 1 വരും, ഇവിടെ 0 വരും. അപ്പൊ 0, ഈ 0 ഇങ്ങോട്ട് വന്നു, 0 1 0 വരും. അപ്പൊ ഇതെന്താണ്? 2 ആണ്. അതാണ് ഇവിടെ 2 എന്ന് കിട്ടിയത്. ഇത് അൺസൈൻഡ് ലെഫ്റ്റ് ഷിഫ്റ്റ്. സൈൻ ഒന്നും നോക്കില്ല, അല്ലാണ്ട് നമ്മൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് അൺസൈൻഡ് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞത്. സോറി, റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അൺസൈൻഡ് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുക. റൈറ്റ് ഷിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. അതാണ് നമ്മൾ റൈറ്റ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഒരു പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്തു. ഈ 0 ഇങ്ങോട്ട് വന്നു, ഈ 1 ഇങ്ങോട്ട് വന്നു, ഈ 0 ഇങ്ങോട്ട് വന്നു, 1 പോയി. അപ്പൊ 0 0 1 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 എന്നുള്ളത് കിട്ടി. അങ്ങനെയാണ് റൈറ്റ് ഷിഫ്റ്റ് വരുന്നത്. അൺസൈൻഡ് റൈറ്റ് ഷിഫ്റ്റിന് 3 സിമ്പിൾ ആണുള്ളത്. 3 ഗേറ്റഡ് ആൻഡ് സിമ്പിൾ ആണ് കൊടുക്കുന്നത് അൺസൈൻഡ് ആണെങ്കിൽ. ഓക്കെ, അവിടെ സൈൻ നോക്കില്ല, അല്ലാണ്ട് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സോർ, ബിറ്റ് വൈസ് കോംപ്ലിമെന്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, അൺസൈൻഡ് റൈറ്റ് ഷിഫ്റ്റ്, ഇത്രയുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർണറി ഓപ്പറേറ്റേഴ്സ് ആണ്. അത് ഇമ്പോർട്ടന്റ് ഓപ്പറേറ്റർ ആണ്. നമ്മൾ നമ്മുടെ ഇഫ് എൽസിന്റെ ഷോർട്ട് ഹാൻഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഇഫ് എൽസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ കണ്ടീഷൻ ഡിസിഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ഷോർട്ട് ഹാൻഡ് ആണ് എന്ത്? ടെർണറി ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇറ്റ് ഈസ് ദ ഓൺലി ഓപ്പറേറ്റർ ഇൻ ജാവ ടേക്സ് 3 ഓപ്പറൻഡ്, ഹെൻസ് ദ നെയിം ഈസ് ടെർണറി. 3 ഓപ്പറൻസ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ്. റിസൾട്ട് ഈക്വൽ ടു കണ്ടീഷൻ കൊടുക്കുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എക്സ്പ്രഷൻ 1 ഇംപ്ലിമെന്റ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ എക്സ്പ്രഷൻ 2ലോട്ട് പോകും. ട്രൂ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? എക്സ്പ്രഷൻ 1 ഇവാലുവേറ്റ് ചെയ്യും. ഫാൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 2 ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ സിന്റാക്സ് നോക്കാം. റിസൾട്ട് ഈക്വൽ ടു കണ്ടീഷൻ 1 എക്സ്പ്രഷൻ 1 അല്ലെങ്കിൽ എക്സ്പ്രഷൻ 2. റിസൾട്ട് എന്താണോ, റിസൾട്ട് എന്തിനെ ബേസ് ചെയ്താൽ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷനെ ബേസ് ചെയ്താൽ തന്നെ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ, ഫാൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 2. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കാം. ഇന്റെ A = 10 കൊടുത്തിട്ടുണ്ട്, B = 20 കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഇന്റെ മാക്സ്. ഇതാണ് നമ്മുടെ റിസൾട്ടിൽ വരേണ്ടത്. അപ്പൊ ഇന്റെ മാക്സ് = A > B. ഇതാണ് ടെർണറിയുടെ സിമ്പിൾ. അപ്പൊ A > B, ടെർണറി ഓപ്പറേറ്റർ. A ട്രൂ ആണെങ്കിൽ A പ്രിന്റ് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ B പ്രിന്റ് ചെയ്യും. അപ്പൊ നമ്മുടെ A എന്താണ്? 10. 10 > 20 ആണോ? കണ്ടീഷൻ ട്രൂ ആണോ? ട്രൂ അല്ല.
അപ്പൊ നമ്മൾ എന്ത് പ്രിന്റ് ചെയ്യണം? ബി പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? 20 എന്നുള്ളത് കിട്ടും. അപ്പൊ എയുടെ വാല്യൂ എന്തായിരുന്നു? ഇപ്പൊ ഇവിടെ 10 20 എന്നാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ റിസൾട്ടിൽ എന്ത് വരും? ഇത് കണ്ടീഷൻ ഫാൾസ് ആണ്, അതുകൊണ്ട് ഇതിലോട്ട് പോകും. അപ്പൊ 20 എന്നുള്ളത് നമുക്ക് പ്രിന്റ് ചെയ്യും. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഫസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും, ഫാൾസ് ആണെങ്കിൽ സെക്കൻഡ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ടിൽ നമുക്ക് 20 എന്നും പറഞ്ഞ് കിട്ടും. അപ്പൊ അതാണ് ടെർണറി ഓപ്പറേറ്റർ നമ്മൾ ഇഫ് എൽസിന്റെ ഷോർട്ട് ഹാൻഡ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഇഫ് എൽസിലാണ്. ഇഫ് എ എഴുതാൻ ബി ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്നാ. അപ്പൊ അതിന്റെ ഷോർട്ട് ഹാൻഡ് ആണ് എന്ത്? നമ്മുടെ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഓപ്പറേറ്റേഴ്സിന് അത് നമുക്ക് നോക്കാനുള്ളൂ. അപ്പൊ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 എണ്ണമാണ്. അരിത്തമെറ്റിക് ഉണ്ട്, ലോജിക് ഉണ്ട്, അതുപോലെ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, യൂണറി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ നമ്മൾ ലാസ്റ്റ് ടെർണറി ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. അങ്ങനെ 7 ഓപ്പറേറ്റേഴ്സ് ഉള്ളത്. അപ്പൊ നമ്മൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പൊ നമുക്ക് വേറെ സെഷൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.